കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാത്തദം ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ. ജയ് ശ്രീരാമകൃഷ്ണ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 12 ആണ് ഇന്ന് തുടങ്ങുന്നത്. ഭാഗം 12 ആരംഭം. 1-ാം വോള്യത്തിൻ്റെ 12-ാം ഭാഗം ആരംഭം. അത് പ്രധാനമായും ഭഗവാൻ പാനിഹാട്ടി എന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. പാനിഹാട്ടിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട്. ഭഗവാൻ അവിടെ ഒരു ആനന്ദോത്സവം തന്നെയാണ് പങ്കെടുക്കുന്നത്. അതിൽ പ്രധാനമായി കാരണം ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാനന്ദൻ്റെയും ഒക്കെ ആ കാലഘട്ടത്തിൽ, അത് 15-ാം നൂറ്റാണ്ടിലാണെന്ന് ഓർക്കണം. ഇവിടെ ഭഗവാനായപ്പോൾ 18-ാം നൂറ്റാണ്ടാണ്. 15-ാം നൂറ്റാണ്ടിലെ സംഭവമാണ്. അപ്പം അന്നത്തെ കാലത്ത് അവിടെ ചൈതന്യ മഹാപ്രഭുവും എല്ലാം നാമസങ്കീർത്തന യാത്രകൾ നടത്തിയിട്ടുണ്ട്. ആ പ്രദേശമാണ് സങ്കീർത്തന അവതാരം എന്നാണ് ചൈതന്യ മഹാപ്രഭുവിനെ പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ സങ്കീർത്തന അവതാരം. ശ്രീരാമകൃഷ്ണദേവൻ ആകുമ്പോഴേക്കും അത് ജ്ഞാനാവതാരം ആയി മാറുകയാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലത്ത് പൂർണ്ണമായും സങ്കീർത്തനം. അതാണിപ്പോൾ ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനമായിട്ട് അവിടെ നവദ്വീപിൽ അതിൻ്റെ കേന്ദ്രം ആയി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. വളരെ മനോഹരമാണ് ആ സ്ഥലം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇതിൽ തുടക്കം പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവതാരങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഇരട്ടയായിട്ട് അവതാരമെടുക്കും. ഇരട്ട. അപ്പോൾ അത് ഒന്ന് ശ്രീരാമ അവതാര കാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും, മഹാവിഷ്ണുവും സാക്ഷാൽ അനന്തനും കൂടെ ജന്മമെടുക്കുകയാണ്. അപ്പം ലക്ഷ്മണനായിട്ട് അനന്തനും ശ്രീരാമനോടൊപ്പം ജന്മമെടുക്കും. പിന്നീട് വരുന്ന അവതാരത്തിൽ ശ്രീകൃഷ്ണൻ. ലക്ഷ്മണൻ അനിയനാണെങ്കിൽ ശ്രീകൃഷ്ണ അവതാരത്തിൽ ജ്യേഷ്ഠനായിട്ടാണ് അനന്തൻ അവതാരമെടുക്കുന്നത്. ശ്രീകൃഷ്ണനോടൊപ്പം, ഭഗവാനോടൊപ്പം ബലരാമൻ. അതേപോലെ ഈ 15-ാം നൂറ്റാണ്ടിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലത്തും ചൈതന്യ മഹാപ്രഭുവായി മഹാവിഷ്ണു അവതരിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കൂടെ അവതരിക്കുകയാണ് അനന്തൻ വീണ്ടും. അതാണ് നിത്യാനന്ദൻ. ഇതാണ് ഇവർ തമ്മിലുള്ള, ഈ അവതാരങ്ങൾ തമ്മിലുള്ള ഒരു പൊരുത്തം. ഇതിൽ മറ്റൊരു കാര്യം കൂടെ പരാമർശിക്കുന്നുണ്ട്. ഈ നിത്യാനന്ദൻ അദ്ദേഹം ഈ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം തന്നെ ഈശ്വരീയ നാമങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് നാമസങ്കീർത്തന യാത്രകൾ ധാരാളം നടത്തുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി അവിടെ വരുന്നുണ്ട്. അതായത് രഘുനാഥൻ ഒരു വ്യക്തിയെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. രഘുനാഥൻ. അപ്പോൾ രഘുനാഥൻ
ചൈതന്യ മഹാപ്രഭുവിന് അടുത്ത് ചെന്ന് കാണുകയും കൂടെ വരണമെന്ന് ആ സംഘത്തിൽ ചേർന്ന് വരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തിരിച്ചു വീട്ടിൽ പോയി തൻ്റെ ജീവിതത്തിലെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം മടങ്ങി വരാൻ പറഞ്ഞു. അതിനുശേഷമാണ് നിത്യാനന്ദൻ്റെ അടുത്ത് ചെല്ലുന്നത്. അങ്ങനെ നിത്യാനന്ദൻ്റെ അടുത്ത് ചെന്നിട്ട് നിത്യാനന്ദൻ പറഞ്ഞു പ്രസാദ ഊട്ട് നടത്താൻ പറഞ്ഞു. അങ്ങനെ ഒരു പ്രസാദ ഊട്ടാണ് ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ചെല്ലുമ്പോൾ ആ പ്രസാദ ഊട്ടിന് ചെല്ലുന്ന രംഗമാണ് ഇവിടെ വിവരിക്കുന്നത്. ആ പ്രസാദ ഊട്ടിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രസാദ ഊട്ട് രഘുനാഥൻ നടത്തി വിജയിച്ചപ്പോൾ നിത്യാനന്ദൻ ചെയ്തത് രഘുനാഥൻ്റെ തലയിൽ കാൽ വച്ച് അനുഗ്രഹിച്ചു. നമ്മൾ മഹാബലിയുടെ കഥ പറയുമ്പോൾ ഇപ്പോഴും പലരും ചവിട്ടിത്താഴ്ത്തി, വാമനനായി വന്ന് ചവിട്ടിത്താഴ്ത്തി എന്നാണ് പറയുന്നത്. അതല്ല അതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം. കാലുകൾ വെച്ച് അനുഗ്രഹിക്കുന്ന ഒരു രീതിയുണ്ട്. അവതാരങ്ങൾ കാൽ കൊണ്ട് അനുഗ്രഹിക്കും. കാൽ കൊണ്ട് അനുഗ്രഹിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത കൈ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്നത് പോലെയല്ല. കാൽ കൊണ്ട് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ജന്മത്തിൻ്റെ പൂർണ്ണമായ സാഫല്യമായി മോക്ഷപ്രാപ്തി നൽകുന്നതിനെയാണ്. കൈകൊണ്ട് അനുഗ്രഹിക്കുമ്പോൾ ഇനിയും ഈ ലോകത്ത് നീ ജീവിക്കേണ്ടതുണ്ട്, പക്ഷെ എൻ്റെ അനുഗ്രഹത്തോടു കൂടി നീ ഈ ലോകത്ത് ജീവിക്കൂ എന്നാണ് കൈകൾ കൊണ്ട് അനുഗ്രഹിക്കുന്നത്. കാൽ കൊണ്ട് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഈ ലോകത്ത് നിനക്ക് നിൽക്കേണ്ട ആവശ്യമില്ല, നീ മോക്ഷപ്രാപ്തിയിലേക്കായി, നീ സുതലത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുകയാണ്, സമ്പൂർണ്ണ മോക്ഷപ്രാപ്തി. ആ മോക്ഷപ്രാപ്തിയാണ് കാൽ കൊണ്ട് അനുഗ്രഹിക്കുന്നതിൻ്റെ പ്രത്യേകത. അത് അല്ലാതെ മഹാബലിയെ ചവിട്ടി എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. കാൽ കൊണ്ട് പാദാനുഗ്രഹമാണത്, പാദാനുഗ്രഹം. ഇവിടെ നിത്യാനന്ദനും രഘുനാഥനെ ആ പ്രസാദൂട്ട് ഭംഗിയായി നടത്തിയതിൻ്റെ പേരിൽ പാദാനുഗ്രഹം നടത്തുന്നുണ്ട്, കാൽ വെച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. അതായത് മോക്ഷപ്രാപ്തി നൽകുന്നുണ്ട് രഘുനാഥന്. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ പാനിഹാട്ടിയിൽ പോകുന്നതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ആ പാനിഹാട്ടിയിലെ ആ വിശേഷങ്ങൾ നമുക്ക് ഈ വചനാമൃതത്തിൽ നിന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതിൻ്റെ ഓഡിയോ മാത്രമേ ഉള്ളൂ, വീഡിയോ ഇതോടുകൂടി തീരുകയാണ്. ദയവായി എല്ലാവരും ആ ഓഡിയോ പൂർണ്ണമായും കേൾക്കണം. ഇത്തരം കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് വളരെ പ്രസക്തമായ രീതിയിൽ ഇതിൻ്റെയൊക്കെ ആന്തരാർത്ഥങ്ങൾ, ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെയൊക്കെ ആന്തരാർത്ഥങ്ങൾ ഇതിനകത്ത് പ്രസക്തമായി പറയുന്നുണ്ട് എന്നും കൂടെ ഓർക്കുക. അത് മുഴുവൻ കേൾക്കുക. ജയ് ശ്രീരാമകൃഷ്ണ. സ്ഥപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഇന്ന് ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 12 പാനിഹാട്ടിലെ മഹോത്സവം. അതാണ് തുടക്കം. 1883 ജൂൺ 18 തിങ്കളാഴ്ച. 1883 ജൂൺ 18 പാനിഹാട്ടി അന്നൊരു ഗ്രാമമായിരുന്നു. ഇന്നത് മുനിസിപ്പാലിറ്റിയാണ്. പശ്ചിമ ബംഗാളിൽ 24 പർഗാന എന്ന് പറയുന്നൊരു ജില്ല. ആ ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പാനിഹാട്ടി. കൽക്കത്തയിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരമുണ്ട്. കൽക്കട്ടയിൽ നിന്ന് 15 കിലോമീറ്റർ റോഡ് വഴി. അതായത് കൽക്കത്ത, പിന്നെ ബാരാനഗർ. നമുക്ക് ഈ വചനാമൃതം വായിക്കുമ്പോൾ ബാരാനഗർ പലതവണ കയറി വരുന്നുണ്ട്. അപ്പോൾ കൽക്കത്തയിൽ നിന്ന് ബാരാനഗർ വഴിയാണ് പാനിഹാട്ടി റോഡ് വഴി പോകുന്നത്. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ശ്രീരാമകൃഷ്ണദേവൻ പാനിഹാട്ടിക്ക് പോകുന്നത് ഗംഗാ നദിയിലൂടെയാണ്, ഹുഗ്ലി നദിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഗംഗയുടെ തീരത്തുള്ള ഒരു ഗ്രാമം കൂടിയാണ് ഈ പാനിഹാട്ടി. അവിടെയാണ് വർഷം തോറും വൈഷ്ണവരുടെ ഉത്സവം. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ 12ാം ഭാഗത്തിൽ
തുടക്കത്തിൽ പരാമർശിക്കുന്നത്. അത് ഇവിടെ വചനാമൃതത്തിൽ അത് പറയുന്നത് രാഖാൽ, രാമൻ മാസ്റ്റർ, ഭവനാഥൻ തുടങ്ങിയ ഭക്തന്മാരോടൊത്ത് ശ്രീരാമകൃഷ്ണദേവൻ പാനിഹാട്ടിയിലെ മഹോത്സവ ക്ഷേത്രത്തിൽ, രാഘവക്ഷേത്രമാണ് മഹോത്സവ ക്ഷേത്രത്തിൽ, അവിടെ ജനങ്ങൾ തിങ്ങി ഞെരുങ്ങി ഇങ്ങനെ പെരുവഴിയിൽ സങ്കീർത്തന സംഘങ്ങളുടെ നടുക്ക് ശ്രീരാമകൃഷ്ണദേവൻ നൃത്തം ചെയ്യുകയാണ്. ആ പാനിഹാട്ടിയിലെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഒരു ശക്തിവിശേഷം നിലനിൽക്കുന്ന സ്ഥലമാണ്. ചൈതന്യ മഹാപ്രഭു എങ്ങനെയാണോ അവിടെ കഴിഞ്ഞിരുന്നത് ആ ഒരു തരത്തിലാണ് പാനിഹാട്ടിയിലെ ഉത്സവത്തിൻ്റെ രീതിയും അവിടുത്തെ ജനങ്ങളും അങ്ങനെ തന്നെയാണ്. അതായത് സങ്കീർത്തന സംഘങ്ങളാണ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞപ്പോഴും മുൻപ് ചില ഭാഗത്ത് ഇത് പറഞ്ഞിരുന്നു. ചൈതന്യ മഹാപ്രഭു സങ്കീർത്തന അവതാരമാണ്. ശ്രീരാമകൃഷ്ണദേവൻ ജ്ഞാനാവതാരമാണ്. നമ്മുടെ ഈ ഗൗരാംഗനെ സംബന്ധിച്ച്, അതായത് ചൈതന്യ മഹാപ്രഭു, ഗൗരാംഗൻ, ചൈതന്യ മഹാപ്രഭു, അതുപോലെ നിമായി, ഇങ്ങനെയൊക്കെയുള്ള പേരുകളിൽ അദ്ദേഹത്തെ അന്ന് വിളിക്കപ്പെട്ടു. നിമായി എന്നാണ് കുട്ടിക്കാലത്ത് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഗൗരാംഗൻ എന്നുള്ള ആ പേരിൽ വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഈശ്വരീയ നാമമാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സങ്കീർത്തന സംഘങ്ങൾ ഈ പാനിഹാട്ടിയിലെ തെരുവിലൂടെ ഈ ക്ഷേത്രത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട്. അപ്പം ഇത് കണ്ട ഉടൻ തന്നെ ശ്രീരാമകൃഷ്ണദേവനും ആ സംഘത്തിലേക്ക് ചെന്നിട്ട് ആ സംഘത്തോടൊപ്പം നൃത്തം ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയായി. അപ്പോൾ തിങ്കളാഴ്ചയാണ്, ഉച്ചയ്ക്ക് 1 മണി, നല്ല വെയിലാണത്. അപ്പോൾ ഈ സങ്കീർത്തന മധ്യത്തിൽ ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നതിന് ചുറ്റും ആളുകൾ വട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഭഗവാൻ ഇങ്ങനെ നടുക്ക് നിന്ന് നൃത്തം ചെയ്യുമ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നതിനായിട്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും ആ സങ്കീർത്തന യാത്രയുടെ ചുറ്റും കൂടി നിൽക്കുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലത്ത് എങ്ങനെയാണോ ഒരു ദൃശ്യമുണ്ടായിരുന്നത്, തെരുവിലൂടെ നാമസങ്കീർത്തനം ചെയ്ത് നൃത്തം പാടി ആളുകളിങ്ങനെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ പോകുന്ന അതേ രംഗം ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. ചൈതന്യ മഹാപ്രഭു ഇതിൽ വരുമ്പോൾ, അവതരിക്കുമ്പോൾ, വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ്. ആ ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്. 15-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഇപ്പോൾ 2 നൂറ്റാണ്ട്, 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ആ അവതാരം എടുക്കുന്നത്. അപ്പോൾ 200 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ദൃശ്യമാണ് ജനങ്ങൾ കാണുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പ്രേമോന്മത്തനായി നൃത്തം വെക്കുകയാണ് ഇവിടെ. അപ്പോൾ ആളുകൾ പറയുകയാണ്, ഇത് മാസ്റ്റർ മഹാശയൻ ഇതിനെ, ആളുകളുടെ വിചാരത്തെ മാസ്റ്റർ മഹാശയൻ എഴുതിയിരിക്കുകയാണ്. ഈ വചനാമൃതത്തിൽ എഴുതിയിരിക്കുന്നു, ശ്രീ ഗൗരാംഗൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവോ, ചൈതന്യ മഹാപ്രഭു വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവോ. അങ്ങനെ ചിലരൊക്കെ സംശയിക്കുന്നുണ്ട് അവിടെ. ഇത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ പുനരവതാരമാണെന്ന് കുറേ പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് 4 ദിക്കിൽ നിന്നും ഹരിനാമധ്വനി ഒരു കടലിലെ തിരമാല പോലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചുറ്റിനും 4 വശത്തു നിന്നും ഹരിബോൾ ഹരിബോൾ നമ്മുടെ ഹരിനാമകീർത്തനം ഇങ്ങനെ തിരമാല പോലെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ചുറ്റും ഇങ്ങനെ പൂക്കൾ വാരി വിതറുകയാണ് ആളുകൾ. ഇങ്ങനെ പൂമഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ആളുകൾ, ഈ ജനക്കൂട്ടം മുഴുവൻ ഈ കയ്യിൽ പൂക്കളും കരുതിയാണ് വന്നത്. അപ്പോൾ ഈ സങ്കീർത്തന ഗ്രൂപ്പിൻ്റെ മധ്യത്തിലേക്ക് ഇവരിങ്ങനെ പൂവെടുത്തെറിയും. അപ്പോൾ ഈ പൂമഴ ഇങ്ങനെ പെയ്യുന്ന പോലെയാണ്. പൂമഴ മാത്രമല്ല, പലഹാരങ്ങളും എടുത്തെറിയുന്നുണ്ട്. മിഠായി എടുത്തെറിയും, ബർഫി, മിഠായി, മധുരപലഹാരങ്ങൾ, ഇതെല്ലാം എടുത്ത് എറിയാണ് ജനക്കൂട്ടത്തിലേക്ക്. അപ്പോൾ കിട്ടുന്നവർ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്. ഈ പാനിഹാട്ടിയിലേക്ക്, കൽക്കട്ടയിൽ നമ്മൾ ഈ തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ, ബലൂർ മഠത്തിൽ തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ അവിടുന്ന് പ്രത്യേകം നിഷ്കർഷിക്കും പാനിഹാട്ടിയിലേക്ക് പോകാൻ.
ഇപ്പോൾ 15 കിലോമീറ്റർ എന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നതെങ്കിലും ഏതാണ്ട് 1.5-2 മണിക്കൂറിൽ കൂടുതൽ എടുക്കും നമ്മളവിടെ ചെല്ലാൻ. പക്ഷെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് പോയ സന്ദർഭത്തിൽ പോലും അത് ആ ഗ്രാമീണ പശ്ചാത്തലമാണ് നമുക്കവിടെ കാണാം. ഒരു ഗ്രാമം തന്നെയാണ് ഇപ്പോഴും. ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ ഒരു സെൻറ്റർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ചെറിയൊരു സെൻറ്റർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ പാനിഘാട്ടിയിൽ ഇപ്പോഴും. പിന്നെ ഇവിടുന്ന് ഈ പാനിഘാട്ടിയുടെ അവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഗംഗാതീരത്തേക്ക് എത്തും. ആ ഗംഗാതീരത്തൂടെ നമ്മൾ കുറച്ച് ദൂരം വഞ്ചിയിൽ സഞ്ചരിച്ചാൽ നവദ്വീപിലെത്തും. അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജന്മസ്ഥലമായ നവദ്വീപിലേക്ക് നമ്മൾ എത്തും. അവിടെ ഇപ്പോഴും ഇസ്കോണിൻ്റെ ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ള വലിയ ക്ഷേത്രങ്ങളും മന്ദിരങ്ങളും ഒക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കിടക്കുന്ന സ്ഥലമാണ്. വളരെ തീർത്ഥയാത്രയ്ക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇപ്പോഴും ഗ്രാമീണ അന്തരീക്ഷമാണ്. അപ്പോൾ ഭഗവാൻ ഈ വഴികളിലൂടെയാണ് ഇങ്ങനെ നൃത്തം ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നവദ്വീപ് ഗോസ്വാമി ഭഗവൻ നാമ സങ്കീർത്തനവും ചെയ്തുകൊണ്ട് രാഘവ ക്ഷേത്രത്തിന് നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ നവദ്വീപ ഗോസ്വാമി ഈ രാഘവ ക്ഷേത്രത്തിന് നേരെ ഇങ്ങനെ ഭഗവത് സങ്കീർത്തനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതേസമയം എവിടെ നിന്ന് അറിഞ്ഞില്ല ശ്രീരാമകൃഷ്ണദേവൻ അവിടെ വന്നത്. ഏത് ഭാഗത്തു നിന്ന് ആരും പെട്ടെന്ന് ഈ ആൾക്കൂട്ടം കണ്ടില്ല. ഏതോ ഒരു ഭാഗത്തുനിന്ന് വലിയൊരു ശരം വിട്ട പോലെയാണ്, ഒരു ശരം എയ്ത് വിട്ട പോലുള്ള ആ വേഗതയിൽ ഈ സങ്കീർത്തന സംഘത്തിൻ്റെ നടുക്കലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ വന്നിട്ട് അങ്ങ് നൃത്തം തുടങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ആ നൃത്തം അരങ്ങേറുന്നത്. അവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ നൃത്തം അരങ്ങേറുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് രാഘവ പണ്ഡിതൻ്റെ പൃഥക മഹോത്സവമാണ്. ഇത് രാഘവ പണ്ഡിതനാണ് ഈ മഹോത്സവം ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. ഇതെല്ലാ കൊല്ലവും ഇവിടെ ഈ മഹോത്സവം നടക്കാറുണ്ട്. രഘുനാഥദാസനാണ് ഇതാദ്യമായിട്ട് ഈ പാനിഘാട്ടിയിലെ ഈ മഹോത്സവം ആദ്യമായി ആരംഭിക്കുന്നത്. രഘുനാഥദാസനാണ്. രഘുനാഥദാസനും 15-ാം നൂറ്റാണ്ടിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർഷദനായിരുന്നു. അതാണ് ഒരു എടുത്തു പറയേണ്ട കാര്യം. ആ രഘുനാഥദാസനെക്കുറിച്ചാണ് ഇവിടെ വചനാമൃതത്തിൽ അത് പറയുന്നത്. ആദ്യം ഈ മഹോത്സവം നടത്തിയത് രഘുനാഥദാസനാണ് എന്ന് പറയും. ചൈതന്യ മഹാപ്രഭുവിൻ്റെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഇരട്ടകൾ എന്ന് പറയാവുന്ന നിത്യാനന്ദൻ്റെയും ഇരട്ടകളെപ്പോലാണ് നിത്യാനന്ദൻ. അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ മഹാപ്രഭുവും രണ്ടും ഇരട്ടകളാണ്. അവതാരങ്ങളിൽ ഇരട്ടകൾ വന്നിട്ടുള്ള ചില സന്ദർഭങ്ങളാണിത്. അപ്പോൾ ആദ്യം അവതാരങ്ങളിൽ ഇരട്ടകൾ വരുന്നത് ശ്രീരാമനും ലക്ഷ്മണനുമാണ്. രണ്ടാമത് അവതാരങ്ങളിൽ ഈ ദശാവതാരത്തിൽ രണ്ടാമത് വരുന്ന ഇരട്ടകൾ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനും ബലരാമനുമാണ്. അതേപോലെയാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ മഹാപ്രഭുവും. നിമായും നിതായും ഇങ്ങനെയാണ് ഇവരെ പറയാം. നിമായും നിതായ്. നിമായ് എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു, നിതായ് എന്ന് പറയുന്നത് നിത്യാനന്ദ മഹാപ്രഭു. അപ്പം ഇത് പ്രത്യേകിച്ച് ഇത് പറയുന്നത് ശ്രീരാമനും ലക്ഷ്മണനും, അത് വിഷ്ണുവും ആദിശേഷനുമാണ്. അനന്തൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ, ആദിശേഷൻ. അതേപോലെ ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാനോടൊപ്പം ശ്രീരാമൻ്റെ അവതാരകാലത്ത് അനുജനായിട്ടാണ് അനന്തൻ ആദിശേഷൻ ജന്മമെടുക്കുന്നത് ശ്രീരാമനൊപ്പം. അതേസമയം ശ്രീകൃഷ്ണാവതാരകാലമായപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായിട്ടാണ് ആദിശേഷൻ അനന്തൻ ജന്മമെടുക്കുന്നത്. ഇവിടെ ഇവർ കൂട്ടുകാരായിട്ടാണ്, രണ്ടുപേരും കൂട്ടുകാരാണ്. വളരെ ഇരട്ടകളെ പോലെയാണ് എല്ലാവർക്കും. കാരണം ഒരേപോലെ ഇരിക്കും കണ്ടാൽ. നിമായിയെയും നിതായിയെയും കണ്ടാൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും രണ്ടുപേരും. ആ നൃത്തസംഘത്തിൽ ഇവർ രണ്ടുപേരും നൃത്തം ചെയ്യുന്നുണ്ട്. ഇതിലേതാണ് നിമായി ഏതാണ് നിതായി എന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അതുപോലെ ഇരട്ടകളെ പോലെയാണ് ഇവരിയ്ക്കുന്നത്. അതാണ് ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ മഹാപ്രഭുവും.
ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് രഘുനാഥദാസനാണ് ഈ ഉത്സവം തുടങ്ങി വെച്ച്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അവിടെ പോയ ഈ നൂറ്റാണ്ടിൽ, ഈ 18-ാം നൂറ്റാണ്ടിൽ ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ചെന്ന് നടത്തുന്ന ഈ ഉത്സവം 15-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്നത് രഘുനാഥദാസനാണ്. അതിനൊരു കാരണമുണ്ട്. അത് രാമായണത്തിൽ ഒരു വരിയിലാണ് പറയുന്നത്. നിത്യാനന്ദൻ, അതായത് നിത്യാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, എടാ കള്ള, നീ വീട്ടിൽ നിന്നും തനിയെ ഒളിച്ചോടിപ്പോകുന്നു അല്ലേ, എന്നിട്ട് ആരും കാണാതെ ഭഗവത് പ്രേമം ആസ്വദിക്കുന്നു. ഞങ്ങൾക്കാർക്കും അറിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നിനക്കിന്ന് ഞാനൊരു ശിക്ഷ തരുന്നുണ്ട്. നീ അവലുത്സവം നടത്തി ഭക്തന്മാരെ സേവ ചെയ്യുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ സുദീർഘമായ ഒരു വലിയ കഥയെ വെറും 2-3 വരികളിൽ മാസ്റ്റർ മഹാശയൻ ഇവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഒരു വലിയ സുദീർഘമായൊരു കഥയാണ്. നമുക്കിന്ന് ആ കഥയും കൂടെ ഒന്ന് കേൾക്കാം. അതായത് നിത്യാനന്ദൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു, എടാ കള്ള, നീ വീട്ടിൽ നിന്നും തനിയെ ഒളിച്ചോടിപ്പോകുന്നു അല്ലേ, എന്നിട്ട് ആരും കാണാതെ ഭഗവത് പ്രേമം ആസ്വദിക്കുന്നു, ഞങ്ങൾ ആരും അറിയാതെ. അതിനകത്തൊരു ചെറിയ ആ കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഈ രഘുനാഥദാസൻ എന്ന് പറയുന്ന ആൾ ഗോവർദ്ധൻ മജുംദാർ എന്ന് പറയുന്ന ആളുടെ മകനായിരുന്നു. ഒരേ ഒരു മകൻ, ഗോവർദ്ധൻ മജുംദാർ, അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു. ഗോവർദ്ധൻ മജുംദാറും അദ്ദേഹത്തിൻ്റെ കോബ്രദറായിരുന്ന ഹിരണ്യൻ മജുംദാറും, ഇവർ രണ്ടുപേരും അന്നത്തെ കാലത്ത് ഈ പാനിഹാട്ടി അല്ലെങ്കിൽ ഈ നവദ്വീപിലെ വലിയ ബംഗാളിലെ തന്നെ, അന്നത്തെ കാലത്ത് ബംഗാളിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്സുകാരായിരുന്നു, വമ്പൻ ബിസിനസ്സുകാർ. ഇന്നത്തെ നിലക്ക് പറഞ്ഞാൽ ടാറ്റ, ബിർള എന്നൊക്കെ നമ്മൾ പറയുന്ന അതേ ഗണത്തിൽപ്പെട്ടവരാണ്. അല്ലെങ്കിൽ ഇപ്പോൾ റിലയൻസ് എന്നൊക്കെ പറയുന്ന പോലെ, ധീരുഭായ് അംബാനി എന്നൊക്കെ പറയുന്ന പോലെ സെയിം, അത്രയല്ല അതിനും വലിയ ആൾക്കാർ. ഈ ടാറ്റയുടെയൊക്കെ 2 ഇരട്ടി എന്ന് വേണം. അപ്പം ഒന്ന് ആലോചിച്ചാൽ മതി. ടാറ്റയുടെയൊക്കെ 2-3 ഇരട്ടി വലിപ്പത്തിലുള്ള ബിസിനസ്സുകാർ, അത്രയും അതിസമ്പന്നനാണ്. അങ്ങനെയുള്ളൊരു സമ്പന്നനാണ് ഈ ഗോവർദ്ധൻ മജുംദാർ. ഈ ഗോവർദ്ധൻ മജുംദാറിൻ്റെ ഒരേ ഒരു മകനാണ് രഘുനാഥ് ദാസ്. നോക്ക്, ഈ അച്ഛൻ്റെ കണക്കറ്റ സ്വത്തും ബിസിനസ്സും ഉള്ളപ്പോൾ ഇതൊന്നും ഈ രഘുനാഥദാസനെ ആകർഷിക്കുന്നതേയില്ല. അതാണ് അച്ഛൻ ഗോവർദ്ധൻ മജുംദാർക്ക് ഏറ്റവും വലിയ സങ്കടം. ഇത്രയും വലിയ ഭീമാകാരമായ വ്യവസായ സാമ്രാജ്യമാണ് തൻ്റേത്. ആ വ്യവസായ സാമ്രാജ്യം ഇനി നോക്കി നടത്തേണ്ട ആളാണ് രഘുനാഥദാസൻ. ആ രഘുനാഥദാസന് ഈ പറഞ്ഞ ഭൗതികമായ ഒന്നിനോടും താല്പര്യമില്ല. അതായിരുന്നു ഒരു പ്രത്യേകത. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ഈ ഈശ്വരീയമായ കാര്യങ്ങളോടാണ് താല്പര്യം. മാത്രമല്ല, ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അക്കാലത്ത് നേരിട്ട് കണ്ടിട്ടില്ല. ഈ രഘുനാഥദാസൻ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് എത്തണം, കാണണം എന്നുള്ളതാണ് ഇയാളുടെ ആത്യന്തികമായ ഒരു ആഗ്രഹം. അപ്പോൾ അത് അച്ഛനോടോ ഒന്നും പറയാനും പറ്റില്ല. ഇപ്പം ഇയാൾക്ക് 15-16 വയസ്സുള്ള സമയത്താണ് ഇയാൾക്ക് ഇത്തരമൊരു മാറ്റമുണ്ടായി, ഈ അന്വേഷണമുണ്ടായി, ആധ്യാത്മിക അന്വേഷണം. അപ്പോൾ അയാളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്തെന്ന് വെച്ചാൽ, അതിവിടെ ടാക്സ് അടയ്ക്കുന്നത് വർഷാവർഷം ഈ ഗോവർദ്ധൻ മജുംദാർ, നമ്മുടെ രഘുനാഥദാസൻ്റെ അച്ഛൻ, ടാക്സ് അടയ്ക്കുന്നത് 12 ലക്ഷം സ്വർണ്ണ നാണയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക ആ സ്വത്ത്. ടാറ്റയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ അതിനേക്കാളുമൊക്കെ മോളിപ്പോവും. ടാറ്റയുടെ 1-2 ഒന്നല്ല, ഒരു 10 ഇരട്ടി, നമ്മുടെ റിലയൻസിൻ്റെ 10 ഇരട്ടി അന്നത്തെ കാലത്ത്. 12 ലക്ഷം സ്വർണ്ണ നാണയമാണ് വർഷാവർഷം ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, എത്ര ആ സമ്പന്നതയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഈ സമ്പത്തിൻ്റെ മുഴുവൻ ഒരേ ഒരു അവകാശിയാണ് രഘുനാഥദാസൻ. അപ്പം ചൈതന്യ മഹാപ്രഭുവിനെക്കുറിച്ച് ചെറുപ്പം മുതൽ കേട്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പോകണം എന്നുള്ള ഒരു വലിയ താല്പര്യമുണ്ടായി. അങ്ങനെ 19-ാമത്തെ വയസ്സിൽ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടെത്തി.
അപ്പം ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എന്നെ ശിഷ്യനായി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഇപ്പോൾ നീ ഈ വഴിക്ക് വരണ്ട, നീ ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി നിൻ്റെ കടമകൾ നിർവഹിക്കാൻ നീ ബാധ്യസ്ഥനാണ്. ഇപ്പം ചൈതന്യ മഹാപ്രഭുവിനറിയാം ഇയാൾ ഈ ഒരേ ഒരു മകനാണെന്നും ഇയാൾ നിർവഹിക്കേണ്ട കടമകൾ എന്താണെന്നും ഒക്കെ ഉള്ള ആ വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചൈതന്യ മഹാപ്രഭുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞു. ശ്രീരാമകൃഷ്ണദേവനും പലരോടും ഇത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. പലരും വന്ന് ഭഗവാനോടൊപ്പം ജോയിൻ ചെയ്യാൻ വരുന്ന സന്ദർഭത്തിലൊക്കെ അവരെയെല്ലാം പോയി വിവാഹം ചെയ്യാനും കുടുംബം നോക്കാനും ഒക്കെ പറഞ്ഞ് തിരിച്ചു വിടുന്നുണ്ട് പലരോടും. അതേസമയം അല്ലാത്തവരെ തിരഞ്ഞെടുക്കുന്നുമുണ്ട്. അങ്ങനെയുള്ളവരെ സന്യസ്തമായ മേഖലയിലേക്ക് വരത്തക്ക രീതിയിൽ ഈശ്വരാന്വേഷണത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നുമുണ്ട്. ഇത് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു അന്ന് ചെയ്തത്. അപ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞു, ഈ രഘുനാഥ് ദാസനോട് പറഞ്ഞു, നീ വീട്ടിൽ പോ, പിന്നെ വന്നാൽ മതി. എന്നിട്ട് പറഞ്ഞു, ഇപ്പം നിനക്ക് ഇതിങ്ങനെ എൻ്റെ കൂടെ വരണമെന്ന് നിനക്ക് തോന്നണതിൻ്റെ കാരണം ഇപ്പം നിനക്കുള്ളത് മർക്കട വൈരാഗ്യമാണ്. ഈ വാക്കാണ് ചൈതന്യ മഹാപ്രഭു ഉപയോഗിച്ചത്, മർക്കട വൈരാഗ്യം. അപ്പം അതിങ്ങനെ നിനക്കിങ്ങനെ ഒരു മർക്കടൻ്റെ സ്വഭാവം പോലെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. നിനക്കിത് ഉറച്ച വിശ്വാസമാണ്, അല്ലെങ്കിൽ ഉറച്ചൊരു പാതയിലൂടെയാണ് നീ ആധ്യാത്മിക പാതയിൽ വരുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ തിരിച്ചു വീട്ടിൽ പോകാൻ പറഞ്ഞു. എന്നാലും ഈ രഘുനാഥദാസൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് മുങ്ങും. എന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് വരും. അങ്ങനെ വരുമ്പോൾ നോക്കൂ, ഇയാൾ വലിയ പറഞ്ഞില്ലേ, ഈ ഏറ്റവും വലിയ അതിസമ്പന്നനാണല്ലോ. അതുകൊണ്ട് അംഗരക്ഷകരൊക്കെ ഉണ്ട്, ഒരുപാട് അംഗരക്ഷകരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അംഗരക്ഷകർ കുതിരപ്പുറത്ത് വന്ന് ഇയാളെ പിടിച്ചുകൊണ്ട് പോകും തിരിച്ച്. ഇയാളുടെ അച്ഛൻ്റെ കൂടെയുള്ള അംഗരക്ഷകരാണ്. അപ്പോൾ ഈ അംഗരക്ഷകർ കുതിരപ്പുറത്ത് വലിയ കുതിരപ്പട്ടാളം തന്നെ വന്ന് ഇയാളെ പിടിച്ചുകൊണ്ട് തിരിച്ചു പോകും. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇങ്ങനെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് ഇയാൾ പോയിരുന്നു എന്നുള്ളത് നിത്യാനന്ദൻ അറിയാം. അതുകൊണ്ടാണ് നിത്യാനന്ദൻ ഇവിടെ പറഞ്ഞത്, എടാ കള്ള, നീ വീട്ടിൽ നിന്നും തനിയെ ഒളിച്ചോടിപ്പോയല്ലേ എന്ന്. അതാ പറഞ്ഞത് നിത്യാനന്ദൻ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് ഇവൻ ഒളിച്ചോടിപ്പോയ കാര്യം നിത്യാനന്ദൻ അറിയാം, നിത്യാനന്ദ മഹാപ്രഭുവിനറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഒളിച്ചോടിപ്പോയില്ലേ. എന്നിട്ട് ആരും കാണാതെ ഭഗവത് പ്രേമം ആസ്വദിക്കുന്നു അല്ലേ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പോയി നീ ആരും കാണാതെ, നിൻ്റെ വീട്ടുകാരൊന്നും അറിയാതെ, ബന്ധുക്കളൊന്നും അറിയാതെ, ഞങ്ങൾ പോലും അറിയാതെ, അപ്പോൾ ഞങ്ങൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെയുള്ളവരാണ് നിത്യാനന്ദനുമൊക്കെ, പക്ഷെ അവർ പോലും അറിയാതെ നീ രഹസ്യമായിട്ട് ഈ ഭഗവത് പ്രേമം ആസ്വദിക്കാൻ പോയല്ലേ, അതുകൊണ്ട് നിനക്ക് ഞാനൊരു ശിക്ഷ തരാൻ പോവുകയാണ് എന്നാണ് നിത്യാനന്ദൻ പറഞ്ഞത്. കാരണം ഇത് പറയാൻ കാരണം ഇയാൾ ഈ നിത്യാനന്ദൻ്റെ അടുത്തേക്കാണ് പിന്നീട് വരുന്നത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം നടന്നില്ല. അപ്പം നിത്യാനന്ദൻ്റെ അടുത്തേക്കാണ് പിന്നീട് വന്നത്. ആ സന്ദർഭത്തിലാണ് നിത്യാനന്ദൻ ഇത് പറയുന്നത്. അങ്ങനെ പോകാനൊരു കാരണമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുമല്ലോ. അപ്പോൾ അംഗരക്ഷകർ വന്ന് കുതിരപ്പട്ടാളം വന്ന് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഈ ഓടിപ്പോക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. അംഗരക്ഷകരെ നിയമിച്ച് അച്ഛൻ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിയോഗിച്ചിരുന്നു. ഒടുവിൽ ഒരു ഒത്തുതീർപ്പിലെത്തി അച്ഛനും മോനും കൂടെ. ഇവനിങ്ങനെ എപ്പോഴും ഓടിപ്പോവും പിടിക്കലും ആയപ്പോൾ വലിയ ബുദ്ധിമുട്ട്. കാര്യം ഇവനെ നിർബന്ധിച്ചൊരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിൽ കൊണ്ടുവന്നുകൊണ്ട് പ്രയോജനമില്ല എന്ന് അച്ഛന് തോന്നി. അതുകൊണ്ട് അച്ഛനും മോനും കൂടെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ വെച്ചു. എന്താണ്? ഇടയ്ക്കിടയ്ക്ക് നീ അവിടെ പോയി താമസിക്കുകയോ അല്ലെങ്കിൽ സമയം ചെലവഴിച്ചോ ഇടയ്ക്കിടയ്ക്ക്. അത് വളരെ, പക്ഷേ ബാക്കി സമയം മുഴുവൻ നീ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതൊരു നല്ല കോംപ്രമൈസാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യം നോക്കും, അവൻ ഇടയ്ക്ക് പോയി ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പോകാനും പറ്റും, ആ സങ്കീർത്തന സഭയിലേക്ക് പോകാനൊക്കെ പറ്റും. അങ്ങനെ അച്ഛൻ ഇവന് അനുവാദം നൽകുകയാണ്. മടങ്ങി വന്ന് വീട്ടുകാര്യം ചെയ്യും, ഇടയ്ക്ക് പോകും. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം, രഘുനാഥദാസനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതിനുള്ള അവസരം നോക്കി നടക്കുക ഇയാൾ. ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ പാർട്ട് ടൈം പരിപാടി അയാൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് അയാൾക്ക് എങ്ങനെയെങ്കിലും ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അപ്പോൾ അതിനു വേണ്ടി അയാളിങ്ങനെ നടക്കുകയാണ്. ഈ സമയം വന്നപ്പോൾ എന്ത് പറ്റി? ചൈതന്യ മഹാപ്രഭു നീലാചലത്തിലേക്ക് പോയി സന്യസിക്കാനായിട്ട്. ഈ
തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭു നീലാചലത്തിലേക്ക് പോയി. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? ഇവിടെ നാട്ടിൽ ഈ സങ്കീർത്തന സഭയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് അനുയായികളൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നയിക്കാൻ ആൾ വേണം. അതെല്ലാം ഈ ചൈതന്യ മഹാപ്രഭു അതൊക്കെ നയിക്കും. ഈ നാട്ടിൽ ഇതൊക്കെ നടത്താനുള്ള ചുമതല ആർക്ക് കൊടുത്തു? നിത്തായിക്ക് കൊടുത്തു, നിത്യാനന്ദന് കൊടുത്തു. അങ്ങനെയാണ് നിത്യാനന്ദനാണ് പിന്നീട് ഈ സങ്കീർത്തന സഭയും ഈ ഘോഷയാത്രയും സങ്കീർത്തന പരിപാടികളും നടത്തുന്നത് നിത്യാനന്ദനായി മാറി. ചൈതന്യ മഹാപ്രഭുവിന് പകരം നിത്യാനന്ദനാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിത്യാനന്ദൻ ഇങ്ങനെ നടത്തിക്കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ഗംഗാതീരത്ത് വന്നിട്ട് ഈ നിമായി ചെയ്യുന്ന പോലെ, അതായത് ചൈതന്യ മഹാപ്രഭു ചെയ്തിരിക്കുന്ന പോലെ നിത്യാനന്ദൻ നാമസങ്കീർത്തനാദികളൊക്കെ നടത്തി അങ്ങനെ ആ ആളുകളെയെല്ലാം കൂട്ടി അങ്ങനെ നാമസങ്കീർത്തന ഘോഷയാത്ര നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ ഈ നിത്യാനന്ദൻ കറങ്ങി പാനിഘാട്ടിയിൽ വന്നു. പാനിഘാട്ടി ഗ്രാമത്തിൽ നിത്യാനന്ദൻ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്തെന്ന് വെച്ചാൽ, പതിവ് പോലെ അച്ഛൻ്റെ അനുവാദത്തോടു കൂടി ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള അനുവാദമുണ്ട് ഇയാൾക്ക്. ആർക്ക്? രഘുനാഥദാസന്. അപ്പോൾ രഘുനാഥദാസൻ ഈ കൂടെ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് വലിയ രസമാണ്. വലിയ കുതിരപ്പട്ടാളവും കൊണ്ടായി പോകും. ഈ പട്ടാളം കൂടെ പോകും. അപ്പോൾ ഈ പട്ടാളത്തിൻ്റെ കൂടെ പോകാൻ പറ്റുള്ളൂ, അല്ല ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അതാണൊരു ബുദ്ധിമുട്ട്. അച്ഛനെല്ലാം അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ കുതിരക്കാർ മുഴുവൻ കൂടെ കാണും. അപ്പോൾ കുതിരപ്പുറത്താണ് പോകുന്നത്, കൂടെ ഈ കുതിരപ്പട്ടാളം മുഴുവനും ഉണ്ട്. അപ്പോൾ നിത്യാനന്ദൻ വന്നപ്പോൾ നിത്യാനന്ദൻ ഈ പാനിഘാട്ടിയിൽ വന്ന് ഇരുന്ന് ഈ ഭജന സങ്കീർത്തനമൊക്കെ ഈ ഭജനയും സങ്കീർത്തന ഘോഷയാത്രയൊക്കെ നടത്തി ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ മാറി ഒരു കുതിരപ്പട്ടാളം വന്ന് നിൽക്കുന്നു. അപ്പം നിത്യാനന്ദൻ വിചിതാരാണ് ഈ കുതിരപ്പട്ടാളം. അപ്പോൾ രഘുനാഥദാസൻ വന്ന് നിത്യാനന്ദൻ്റെ അടുത്ത് വന്നു. നിത്യാനന്ദൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇങ്ങനെ ഈ അടുത്ത് വന്നേ ഉള്ളൂ. പക്ഷെ നിത്യാനന്ദൻ അപ്പം ആ സന്ദർഭത്തിലാണ് നിത്യാനന്ദൻ ഈ ചോദ്യം ചോദിക്കുന്നത്. എടാ കള്ള, അത് സ്നേഹം കൊണ്ടാണ് കേട്ടോ, നീ കള്ളനാണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ ശിക്ഷ വിധിക്കുന്നു എന്ന് പറഞ്ഞത് ഈ സന്ദർഭത്തിലാണ് അത് പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നു? അപ്പോൾ അത് ഈ നിത്യാനന്ദനൊരു പ്രത്യേകതയുണ്ട്. നിത്യാനന്ദന് ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ നിത്യാനന്ദനെ സംബന്ധിച്ചിടത്തോളം ഒന്നാണവർ, രണ്ട് ശരീരമായി തോന്നുന്നുവെങ്കിലും നിത്യാനന്ദൻ അത് രണ്ട് ശരീരമായിട്ട് തോന്നുന്നില്ല. അത് ചൈതന്യ മഹാപ്രഭു എൻ്റേത് മാത്രമാണ് എന്ന ചിന്തയിലാണ് നിത്യാനന്ദൻ നടക്കുന്നത്. അപ്പോൾ ആ നിത്യാനന്ദനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ, ഇപ്പം ഈ രഘുനാഥദാസനും അതേ ഭാവത്തോടു കൂടിയാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് വരുന്നത്. അല്ലാതെ ഒരു ഫോളോവർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അത് നിത്യാനന്ദനും അറിയാം. തന്നെപ്പോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിനെ അങ്ങ് സ്വന്തമാക്കാൻ നടക്കുന്ന ആളാണ് രഘുനാഥദാസൻ. അതുകൊണ്ടാണ് ചോദിച്ചത്, നീ ഇങ്ങനെ തനിയെ പോയിട്ട് ആരും കാണാതെ ഭഗവത് പ്രേമം ആസ്വദിക്കുകയും സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അല്ലേ, അതിന് ഞാൻ നിന്നെ ശിക്ഷിക്കും എന്ന് നിത്യാനന്ദൻ പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ടാണ് കള്ളൻ എന്ന പ്രയോഗം ഇവിടെ നടത്തിയത്. അപ്പോൾ വചനാമൃതം 12-ാം ഭാഗത്തിൽ ഈ 1-ാം അധ്യായത്തിൽ ഈ ഭാഗം ആണ് ഈ പറയുന്ന ഈ ഭാഗം. അവിടെ ഈ അവലുത്സവത്തിൻ്റെ കാര്യം അവിടെ വരുന്നുണ്ട്. ഈ അവലുത്സവം എന്ന് പറയുന്നത് ഈ വചനാമൃതത്തിൽ പറയുന്നത്, നീ അവലുത്സവം നടത്തി ഭക്തന്മാരെ സേവ ചെയ്യണം. അതാണ് കൊടുത്തിരിക്കുന്ന ശിക്ഷ. ശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്ന രീതി എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നിത്യാനന്ദൻ പറഞ്ഞല്ലോ നിന്നെ ഞാൻ ശിക്ഷിക്കുമെന്ന്. ആ ശിക്ഷ എങ്ങനെയാണ്? നീ അവലുത്സവം നടത്തണം എന്നാണ് ശിക്ഷ. എന്താണ് ഈ അവലുത്സവം? ഈ അവലുത്സവം എന്ന് പറയുന്നത് അവിടെ ഈ ചോറും തൈരും ഭക്തന്മാരെ ഊട്ടുക, അതായത് വലിയ സദ്യ നടത്തുക എന്നാണ് ഈ പറഞ്ഞത്. ചിരാദഹി എന്നാണ് ആ ഉത്സവത്തിൻ്റെ പേര്. ചിരാദഹി, ചിട ബംഗാളി പറയുമ്പോൾ അത് ചിടാദഹി എന്ന് പറയും. ചിടാദഹി, അതിനാണ് ഇവിടെ നമ്മൾ അവലുത്സവം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചിടാദഹി എന്ന് പറഞ്ഞാൽ ചോറും ദഹി, തൈര്, ചോറും തൈരും കൂടെ കുഴച്ച് ഉണ്ടാക്കുന്ന ഒരു ഒന്നിച്ചാക്കി ഈ തൈര് സാദം എന്ന് നമ്മളിപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ തൈര് സാദം കൊടുക്കണം എല്ലാവർക്കും. ഇതാണ് രീതി. അപ്പോൾ ഇത് രണ്ട് തരത്തിലാണ് ഈ ചിടാദഹി ഉണ്ടാക്കുക. ഈ ചോറും തൈരും കൂടെ ഉള്ള ആ മിക്സ് ഉണ്ടാക്കുന്നത്, ആ ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുന്നത് രണ്ട് രീതിയിലാണ് ബംഗാളിൽ. അതിലൊന്നെന്ന് പറയുന്നത്
തൈര്, അതിൻ്റെ കൂടെ കുറച്ച് പഴം, പിന്നെ പഞ്ചസാര, ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് ചോറിൻ്റെ കൂടെ കുഴയ്ക്കും. അതാണ് ഒരു രീതി. മറ്റേത് പാലും പഞ്ചസാരയും നെയ്യും പിന്നെ കർപ്പൂരവും കൂടെ, പാല്, പഞ്ചസാര, നെയ്യ്, കർപ്പൂരം, ഇതെല്ലാം കൂടെ ചോറിൻ്റെ കൂടെ ഇട്ട് കുഴയ്ക്കും. മറ്റേതിൽ തൈരും പഴവും പഞ്ചസാരയും ഇട്ട് കുഴയ്ക്കും. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ ഈ ചിടാദഹി ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതാണ് ആളുകളെ ഊട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ രീതിയിലാണ് ആളുകളെ സദ്യ നടത്തണം. ഇതാണ് ഈ ചിടാദഹി നടത്തുക എന്നുള്ള ചുമതല അതായത് ആരാണ്? രഘുനാഥദാസനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് രഘുനാഥദാസൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മഹോത്സവം പാനിഹാട്ടിയിൽ ആരംഭിക്കുന്നത്. മറ്റത് ഓൾറെഡി അവർ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ മഹാപ്രഭുവും കൂടെ ചേർന്ന് ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇത് ആളുകളെ ഊട്ടിക്കൊണ്ടിരുന്നതാണ്. ആ ജോലി ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു പോവുകയും ചെയ്തു. എങ്ങോട്ട് പോയി? ഇവിടേക്ക് പോയി. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം അചലത്തിലേക്ക് പോയി. അപ്പോൾ സന്യസിക്കാൻ പോയി. അപ്പോൾ ആ സന്യസിക്കാൻ പോയപ്പോൾ പിന്നെ നിത്യാനന്ദൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, അന്ന് ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദനും കൂടെ ചെയ്തിരുന്ന ആ കാര്യം ഇനി ആര് ചെയ്യണം? ഇനി അവർ രണ്ടുപേരും ചെയ്ത കാര്യം ഇയാൾ ഒറ്റയ്ക്ക് ചെയ്യണം. ആര് ചെയ്യണം? നമ്മുടെ രഘുനാഥദാസൻ ഇനി ഒറ്റയ്ക്ക് ചെയ്യണം. അങ്ങനെയാണ് ഇത് രഘുനാഥദാസൻ ഈ പാനിഹാട്ടിയിലെ ഉത്സവം ആരംഭിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പ്രത്യേകിച്ച് ഈ ഉത്സവത്തെക്കുറിച്ചുള്ള ഇത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴും അത് അവിടെ ഇത്രയും 15-ാം നൂറ്റാണ്ടിൽ നടന്ന ഈ സംഭവം ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. ഈ പാനിഹാട്ടിയിൽ നടക്കുന്നുണ്ട്. ഈ ഉത്സവം ഇന്നും ഈ സന്ദർഭത്തിൽ നടക്കുന്നുണ്ട്. 3 ലക്ഷത്തോളം പേരാണ് ഈ ഉത്സവത്തിൽ ഇപ്പോഴും അവിടെ പങ്കെടുക്കുന്നത്. അത്രയും വലിയ ജനക്കൂട്ടമാണ് അവിടെ വരുന്നത്. എന്നിട്ട് ഈ ഭക്ഷണം തയ്യാറാക്കി ഇത് കഴിക്കും അവർ. ഈ പാനിഹാട്ടി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗംഗാതീരത്തുള്ളൊരു ചെറിയ സ്ഥലമാണ്. ഇപ്പോഴും വളരെ ചെറിയ സ്ഥലമാണ്. ആ ചെറിയ സ്ഥലം ഒരു ഊടുവഴി പോലെയൊക്കെയാണ്. വീടുകളുടെ ഇടയിൽ കൂടെ, 2 വീടുകളുടെ ഇടയിൽ കൂടെ ഒരാൾക്ക് കഷ്ടിച്ച് ഞെരുങ്ങി നടക്കാവുന്ന വഴികളെ അവിടെ ഇപ്പോഴും ഉള്ളൂ. ഞങ്ങളന്ന് തീർത്ഥയാത്രയ്ക്ക് പോയപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു. ചില ഇടവഴികളും ഉണ്ട്. അഗ്രഹാരം പോലെ ഇരിക്കും വഴികളെല്ലാം. ഈ അഗ്രഹാരം പോലെയാണ്. തമിഴ്നാട്ടിലെ അഗ്രഹാരം പോലുള്ള വഴികളാണ്. ഇവിടെയാണ്, ഈ ചെറിയ സ്ഥലത്താണ് ഈ 3 ലക്ഷം പേര് ഇപ്പോഴും വന്നു കൂടുന്നത്. ഈ പാനിഹാട്ടി മഹോത്സവത്തിന് വന്നുകൂടുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ കാലത്തും ഇത് ഭംഗിയായിട്ട് നടന്നിരുന്നു. എല്ലാ പാനിഹാട്ടിയിലെ എല്ലാ മഹോത്സവത്തിനും ശ്രീരാമകൃഷ്ണദേവൻ പോയിക്കൊണ്ടിരുന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1884 വരെയും പോയിക്കൊണ്ടിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് 85 വരെയും അദ്ദേഹം പോയിക്കൊണ്ടിരുന്നു. 85 ഈ കണ്ഠരോഗം വന്ന സമയത്ത് പോലും അദ്ദേഹം പോയിരുന്നു. അത് പിന്നീട് പറയുന്നുണ്ട്. ആ ഭാഗം പിന്നീട് ആ 85 കാര്യങ്ങൾ വരുമ്പോൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ പാനിഹാട്ടിയിൽ പോയ കാര്യങ്ങളൊക്കെ. എന്തായാലും നിത്യാനന്ദൻ പ്രസാദവൂട്ട് കഴിഞ്ഞ ശേഷം രഘുനാഥൻ്റെ തലയിൽ കാൽ വെച്ച് അനുഗ്രഹിച്ചു. അതായത് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് രഘുനാഥൻ ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അയാൾ അത്രയും വലിയ സംവിധാനമുള്ള ഒരാളാണ്. ഇപ്പം നമ്മളിവിടെ അംബാനിയോട് പറഞ്ഞാൽ നടക്കുന്ന പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അയാൾ ഉടൻ തന്നെ അയാളെ സംഘടിപ്പിച്ചു. അപ്പോൾ അയാൾ ഇത്രയും ഗംഭീരമായിട്ടിത് നടത്തിയപ്പോൾ നിത്യാനന്ദൻ തലയിൽ കാൽ വച്ച് അനുഗ്രഹിച്ചു. ആ തലയിൽ കാൽ വച്ച് അനുഗ്രഹിച്ചത് എന്തിനെന്ന് വെച്ചാൽ, തലയിൽ കാൽ വെച്ച് 2 കാലും ഇങ്ങനെ തലയിൽ ചവിട്ടി എന്നിട്ടാണ് അനുഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ തലയിൽ ചവിട്ടി അനുഗ്രഹിക്കുന്നതോടുകൂടി ഈ ലൗകിക ബന്ധനം പൂർണ്ണമായും വിട്ടുപോകുകയാണ്. അതാണ് തലയിൽ കാൽ ചവിട്ടി അനുഗ്രഹിക്കുന്നതിൻ്റെ പ്രത്യേകത. ഈ ലൗകികമായ ബന്ധനം പൂർണ്ണമായും ആ വ്യക്തിയിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഇതാണ് പ്രത്യേകത. ഇതുകൊണ്ടാണ് നമ്മൾ മഹാബലിയുടെ കഥ ഇവിടെ ഓർക്കുമ്പോൾ അത് മനസ്സിലാവും. മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്ന് അതിപ്പോൾ തിരുത്തപ്പെട്ടിട്ടുണ്ട്. സുതലത്തിലേക്ക് മാറ്റി എന്നൊക്കെ തിരുത്തപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷെ അതിൻ്റെ സാങ്കതി തലയിൽ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്യുന്നത്. തലയിൽ
ഈ തലയിൽ കാൽ വെച്ച് അനുഗ്രഹിക്കുകയാണെങ്കിൽ, അത് കാൽ വെച്ച് ചവിട്ടുക എന്നല്ല പറയാം, തലയിൽ കാൽ വെച്ച് അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തിയുടെ എല്ലാ ബന്ധനങ്ങളും ഒഴിഞ്ഞു പോകും. അതേസമയം കൈവച്ചാണ് അനുഗ്രഹിക്കുന്നതെങ്കിൽ ബന്ധനങ്ങൾ ഒഴിയുന്നില്ല. കാൽ വെച്ചാണ് അനുഗ്രഹിക്കുന്നതെങ്കിൽ ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകും. ഇവിടെ രഘുനാഥദാസൻ്റെ ബന്ധനങ്ങളെല്ലാം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് നിത്യാനന്ദൻ കാൽ വെച്ച് അനുഗ്രഹിച്ചത്. അപ്പം മഹാബലിക്ക് നൽകിയ മഹാവിഷ്ണു ഭഗവാൻ മഹാബലിക്ക് നൽകിയതും ഇതേ ആ ബന്ധങ്ങളെല്ലാം, ആ അസുരരാജാവാണ് എന്നുള്ള ആ അസുരരാജൻ്റെ ആ കാലഘട്ടത്തിലുള്ള ആ ബന്ധനങ്ങളെല്ലാം ഒഴിഞ്ഞ് മഹാബലി ഇവിടെ വിട്ടു പോയി, ഈ ഭൂതലം വിട്ടേ പോയി, എല്ലാ ബന്ധനങ്ങളും ഒഴിഞ്ഞ് മോക്ഷമാർഗത്തിലേക്കാണ് പോകുന്നത്. അതാണ് ആ കഥയുടെ സാങ്കത്യം. പക്ഷെ നമ്മളത് പറഞ്ഞ് വേറെ രൂപത്തിലാക്കി. ഇതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ ഈ അടുത്ത ദുർഗാപൂജ സമയമായപ്പോൾ, ഈ അനുഗ്രഹം നൽകിയ ശേഷം അടുത്ത ദുർഗാപൂജ സമയമായപ്പോൾ വീടും ഉപേക്ഷിച്ച് ഈ രഘുനാഥൻ പുരിയിലേക്ക് പോവുകയും ചെയ്തു. നോക്കൂ, അപ്പോൾ അത്രയും സമയം കൊണ്ട് ഈ ബന്ധനം അങ്ങ് ഒഴിഞ്ഞു. അതോടുകൂടി നോക്കൂ, ഇത്രയും വലിയ കോടാനുകോടി സമ്പത്തിൻ്റെ വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമയായ രഘുനാഥദാസൻ സർവ്വതും ഉപേക്ഷിച്ച് നേരെ പുരിയിലേക്ക് പോയി. അപ്പം പുരിയിലേക്ക് അവിടെ ചെല്ലുമ്പം അവിടെ ചൈതന്യ മഹാപ്രഭുവുണ്ട്. അദ്ദേഹം ഇവൻ്റെ ഈ രഘുനാഥദാസൻ്റെ പേരങ്ങ് മാറ്റി സ്വരൂപർ രഘു എന്നാണ് പേരിട്ടത്. പുതിയ പേര് നൽകി, സ്വരൂപർ രഘു. ഈ സ്വരൂപർ രഘു എന്ന പേര് സ്വീകരിച്ച് പിന്നീട് രഘുനാഥദാസൻ വൃന്ദാവനത്തിലേക്ക് പോയി. എന്നിട്ട് രാധാകുണ്ട്, ഇപ്പോഴും രാധാകുണ്ടിന് സമീപം താമസിച്ച് വൈഷ്ണവ ഭക്തരെ സേവിച്ചു. രാധാകുണ്ടിന് സമീപം ഇപ്പോഴും ഈ സ്വരൂപർ രഘുവിൻ്റെ പ്രതിഷ്ഠയോടുകൂടിയുള്ള സ്ഥലം വൃന്ദാവനിലുണ്ട്. അങ്ങനെ വൃന്ദാവനിൽ പോയാണ് ഇദ്ദേഹം തൻ്റെ ശിഷ്ടകാലം വൈഷ്ണവ ഭക്തന്മാരെ സേവിച്ച് കഴിഞ്ഞുകൂടി. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം എത്രമാത്രമാണ് ആ ഈശ്വരഭക്തിയുടെ ആ ആഴം എത്രമാത്രമാണ് ചൈതന്യ മഹാപ്രഭു. അതാണ് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ഈ കഥ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ രാഖാലിന്, രാമചന്ദ്രദത്തയ്ക്ക്, പിന്നെ മാസ്റ്റർ ഭവനാഥൻ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് പാനിഹാട്ടിയിലെ ഉത്സവത്തിന് പോയപ്പോൾ ഭഗവാൻ അവർക്ക് ഇത് പറഞ്ഞു കൊടുത്തതാണ്. ഈ കഥ ഇങ്ങനെ, ഈ കാര്യങ്ങളെല്ലാം, ഈ പൂർവ്വകഥ അവർക്ക് പറഞ്ഞു കൊടുത്തതാണ്. അപ്പം എന്നിട്ട് നമ്മുടെ വചനാമൃതത്തിൽ ഇനി അത് തുടർന്ന് പറയുന്നത്, ഗുരുദേവൻ മിക്കവാറും എല്ലാ കൊല്ലവും വരാറുണ്ട്. എല്ലാ വർഷത്തെയും പാനിഹാട്ടിയിലെ ഉത്സവത്തിന് ശ്രീരാമകൃഷ്ണദേവൻ വരും. ഇന്നും, അതായത് ഇപ്പോൾ ഈ കഥ നടക്കുന്ന നമ്മൾ പറയുന്ന 1883 ജൂൺ 18 തിങ്കളാഴ്ച, ഈ ദിവസവും രാമൻ മുതലായ ഭക്തന്മാരോടൊരുമിച്ച് ഇവിടെ വരാനുള്ള ആലോചന വന്നു. അതായത് ഈ ദിവസവും ഇങ്ങനെ ഇവരൊരുമിച്ച് വരാനുള്ള ആലോചന നടന്നു. എന്നിട്ട് രാമൻ രാവിലെ കൽക്കത്തയിൽ നിന്ന് മാസ്റ്ററുടെ കൂടെ ദക്ഷിണേശ്വരത്തെത്തി. അവിടെ എത്തിയിട്ട് ഗുരുദേവനെ കണ്ട് വന്നിച്ച ശേഷം വടക്കേ വരാന്തയിൽ വെച്ച് ആഹാരം കഴിച്ചു. രാമൻ കൽക്കത്തയിൽ നിന്ന് വന്ന വണ്ടിയിൽ തന്നെ ഗുരുദേവനെ പാനിഹാട്ടിക്ക് കൊണ്ടുവന്നു. അതേ വണ്ടിയിലാണ് രാഖാല്, മാസ്റ്റർ, രാമചന്ദ്രദത്ത, ഭവനാഥൻ, വേറെ 1-2 ഭക്തന്മാരും എല്ലാവരും കൂടെ ചേർന്ന് കയറി. അപ്പോൾ എല്ലാവർക്കും കയറാൻ വണ്ടിക്ക് അകത്ത് സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരാളെ പിടിച്ച് വണ്ടിയുടെ പുറത്ത് കയറ്റിയിരുത്തി. അങ്ങനെ എല്ലാവരും കൂടെയാണ് പാനിഹാട്ടിയിലേക്ക് പോകുന്ന ആ രംഗം നമ്മളിപ്പോൾ ഇവിടെ ആ ഭാഗമാണ്. വണ്ടി മാഗസീൻ റോഡ് വഴി ട്രങ്ക് റോഡിലേക്ക് എത്തി. എന്നിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുരുദേവൻ യുവഭക്തരോട് പല തമാശകളും പറഞ്ഞു. പാനിഹാട്ടി ഉത്സവ സ്ഥലത്തെത്തിയ മാത്രയിൽ രാമൻ മുതലായ ഭക്തന്മാർ വിസ്മയസ്തബ്ധരായി. എന്തുകൊണ്ട്? ഗുരുദേവൻ വണ്ടിയിൽ എത്രയും ഉല്ലാസവാനായിരുന്നു. പാനിഹാട്ടിയിലേക്ക് എത്തുന്നത് വരെയും ശ്രീരാമകൃഷ്ണദേവൻ ഈ വാഹനത്തിനകത്ത്, ഈ കുതിരവണ്ടിക്കകത്തിരുന്ന്
അത്രമേൽ ഉല്ലാസവാനായിരുന്നു. അവിടെ എത്തിയ ഉടൻ തന്നെ തനിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടം. അതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഭാഗം നമ്മളിവിടെ പറയുന്നത്. ഒരു സെക്കൻഡ്, ഇവിടെ പെട്ടെന്ന് കറണ്ട് പോയി. ഞാൻ ഒരു സെക്കൻഡ് ലൈറ്റൊന്ന് കൊണ്ടുവന്നു. ഒരു സെക്കൻഡ്. സാധാരണ ലൈറ്റ് പോവാറില്ല, ഇപ്പം അത് പെട്ടെന്ന് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പം നേരത്തെ കണ്ട ആ ബാണം വിട്ട പോലെ ഈ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി ഓടി ശ്രീരാമകൃഷ്ണദേവൻ ഈ നൃത്തം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഈ സന്ദർഭത്തിലാണ്. ഈ വണ്ടിയിൽ വന്ന് ഇറങ്ങിയതിന് ശേഷമാണ്. എന്നിട്ട് ഈ ഇറങ്ങി ഓടി ഈ നൃത്തം ചെയ്യുന്നതിനിടയിൽ ഭഗവാൻ സമാധിസ്ഥനാകാൻ തുടങ്ങി. എന്നിട്ട് ഈ സങ്കീർത്തന സംഘത്തിൻ്റെ നടുക്ക് നിന്ന് നൃത്തം ചെയ്യുകയും ഈ സമാധിസ്ഥനാവുകയും ചെയ്യാം. എന്നിട്ട് ഉരുണ്ട് വീണാലോ എന്ന് പേടിച്ചിട്ടാണ് ഈ നവദ്വീപ ഗോസ്വാമി ശ്രീരാമകൃഷ്ണദേവനെ വളരെ സൂക്ഷിച്ച് താങ്ങി പിടിച്ചു ഇതിനിടയിൽ. അതൊക്കെ ഇവിടെ വചനാമൃതത്തിൽ വർണ്ണിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പം 4 ദിക്കിൽ നിന്ന് ആളുകൾ ഹരിനാമകീർത്തനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ പൂക്കളും മിഠായികളും അർപ്പിച്ചു. അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് ആളുകൾ തമ്മിൽ ഉന്തും തള്ളുമായി. നോക്കൂ, എന്തൊരു മനോഹരമായ ആ ദൃശ്യമാണ് അവിടെ അരങ്ങേറുന്നത് എന്നുള്ളതാണ്. നമുക്കത് കാണാൻ പറ്റും. ആ ദൃശ്യം നമുക്ക് വളരെ മനോഹരമായിട്ട് കാണത്തക്ക രീതിയിലാണ്, അനുഭവിക്കത്തക്ക രീതിയിലാണ് മഹേന്ദ്രനാഥ് ഗുപ്ത മാസ്റ്റർ മഹാശയൻ ഈ ഭജനാമൃതത്തിൽ ആ ഭാഗം എഴുതിയിരിക്കുന്നത്. ഇതിലേറ്റവും രസമുള്ള ഭാഗം ഇതിന് തുടർന്ന് വരുന്ന ബാഹ്യബോധം അല്പമുള്ളപ്പോൾ ഗുരുദേവൻ നൃത്തം വച്ചു നാമകീർത്തനം ചെയ്തു. ഭഗവാൻ ഈ നാമകീർത്തനം ഉടനെ തന്നെ നാമകീർത്തനം ഭഗവാന്റെ ഇതിൽ പാട്ടങ്ങ് വരികയാണ്. ഉടനെ ഈ പാടുന്നത് മുഴുവനും നിത്യാനന്ദനെക്കുറിച്ചും അതേപോലെ ചൈതന്യ മഹാപ്രഭുവിനെയും കുറിച്ചാണ്. അതാണ് അതിനകത്തെ രസം. ആ പാട്ട് ശ്രദ്ധിച്ചാലറിയാം. ആ പാട്ടിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. വളരെ രസകരമാണ് ആ പാട്ട് വളരെ മനോഹരമായ പാട്ടാണത്. അതിൽ പറയുന്നത്, ഹരിനാമ കീർത്തനമത് ഉര ചെയ്തിടുന്നളവിൽ ഒരു മോദമാർന്നുടനെ മിഴിനീരുറന്നിടിന ഇരു സോദരങ്ങളിവരധൂന സമീപഗതർ അവരെൻ്റെ മുമ്പിലിഹ മരുവുന്നു നാഥാജയ. നോക്കൂ, ഇതിനകത്ത് ഈ വാക്കിതാണ്, ഇരു സോദരങ്ങളിരുവർ. ഹരിനാമ കീർത്തനം അത് ഉര ചെയ്യുന്ന അളവിൽ, ആ സന്ദർഭത്തിൽ ഉരുമോദമാർന്നുടനെ മിഴുനീരുറന്നിടിന, ആ ഹരിനാമ കീർത്തനം കേട്ട് കണ്ണിൽ നിന്ന് കണ്ണീർ പൊഴിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇരു സോദരങ്ങൾ, അതാണ് നിത്തായിയും അതേപോലെ നിമായിയും, ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ മഹാപ്രഭുവും. ഇവർ രണ്ടുപേരും ഇരു സോദരങ്ങൾ ഇവരധുന സമീപ ഗദർ അവരെൻ്റെ മുമ്പിലിഹ മരുവുന്നു നാഥജയ. ഈ രണ്ടുപേരും, ശ്രീരാമകൃഷ്ണദേവൻ ഈ 2 പേരെ കാണുകയാണ് ചെയ്യുന്നത്. അവരെൻ്റെ മുമ്പിൽ ഇതാ നൃത്തം ചെയ്യുന്നു. ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ അവരും നൃത്തം ചെയ്യുന്നത് ഞാൻ കാണുന്നു എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ ഈ ഗാനത്തിലൂടെ പറഞ്ഞത്. എന്നിട്ട് പിന്നെ പറയുന്നതോ, ഭക്തി പ്രകർഷമോടും നൃത്തങ്ങളോടും ഇവർ, നിതായിയും അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവും, അത്തവ്വിൽ അന്യരെയും ആടിച്ചിടുന്നു. അവർ മറ്റുള്ളവരെയും തുള്ളിക്കുകയാണ്. അല്ലാതെ ഞങ്ങൾ സ്വയം ഈ നൃത്തം ചെയ്യുന്നതല്ല, ഈ കാണുന്ന ആളുകളൊന്നും നൃത്തം ചെയ്യുന്നതല്ല സ്വയം. ഇവർ 2 പേരും കൂടെ ഞങ്ങളെയെല്ലാം നൃത്തം ചെയ്യിക്കുകയാണ്. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ് ഈ ഞങ്ങളെയൊക്കെ നൃത്തം ചെയ്യിക്കുന്നത് ഈ നടുക്ക് നിന്നുകൊണ്ട് ഈ 2 പേരുമാണ്. ഗൗരാംഗനും ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ മഹാപ്രഭുവും കൂടിയാണ് ഞങ്ങളെ നൃത്തം ചെയ്യിക്കുന്നത്. എന്നിട്ടോ ഭുവി
ഭക്തിക്കു തക്കൊരുപദേശം ഗ്രഹിച്ചു ചിലർ ശുദ്ധീഭവിച്ചിടുവതുണ്ട് അത്ര നാഥജയ. ഇങ്ങനെ അവരെ ഈ ഭൂമിയിൽ ഇവരോടൊപ്പം ഇങ്ങനെ നൃത്തം ചെയ്തപ്പോൾ ഭക്തിക്ക് തക്കൊരു ഉപദേശം ഗ്രഹിച്ചു. ഭക്തിയുടെ ആ ഉപദേശം ലഭിച്ച ചിലർ ശുദ്ധീഭവിച്ചവരുണ്ട്. അവരൊക്കെ ശുദ്ധരായിത്തീർന്നു, ശുദ്ധീഭവിച്ചു കഴിഞ്ഞു. അടുത്ത് പറയുന്നത് ദ്രോഹങ്ങൾ ചെയ്വതിന് വന്നോരു പാപികളും, ജന്മനാ തന്നെ ചില ദ്രോഹങ്ങൾ ചെയ്തു വന്ന പാപികളും, ആകാക്ഷയോടെ ഇവർ ഓതുന്ന സത്കഥകൾ, അതായത് നിതായിയും ചൈതന്യ മഹാപ്രഭുവും കൂടെ പറയുന്ന കഥകൾ, പാരം ശ്രവിപ്പളവ് പാപത്തിൽ നിന്നും അധ നേടുന്നു മുക്തി ഇതു കാണുന്നു നാഥജയ. ഇവർ പറയുന്ന ഈ കഥകൾ കേട്ടിട്ട്, ഈ പാട്ടിലൂടെ ഇവർ പറയുന്ന നിത്യാനന്ദനും നിമായിയും കൂടെ, അതായത് ഗൗരാംഗനും നിത്യാനന്ദ മഹാപ്രഭുവും കൂടെ, ഈ രണ്ടു പേരും കൂടെ പറയുന്ന ഈ ഗാനത്തിലൂടെ പറയുന്ന ഭഗവത് കഥകൾ കേട്ടിട്ട് പാപികളായി ജനിച്ചവരാണവർ. പാപം ചെയ്യുന്നതിന് ജന്മനാൽ പാപം ചെയ്തു വന്നവരാണവർ. അവർക്ക് വരെ മോക്ഷം നേടുന്നു. അമ്പാടി തന്നിൽ ഇരുപൈതങ്ങൾ പണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവതാരങ്ങളിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് അവതരിക്കുക. ശേഷസായിയും അനന്തനും വിഷ്ണുവും ഒരേ സമയത്താണ് അവതരിക്കുന്നത്, സഹോദരങ്ങളായിട്ട് അവതരിക്കുന്നത്. ഇപ്പം ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ പാടിയിരിക്കുന്നതാണ് അമ്പാടി തന്നിൽ ഇരുപൈതങ്ങൾ, ബലരാമനും ശ്രീകൃഷ്ണനും. അമ്പാടി തന്നിൽ ഇരുപൈതങ്ങൾ പണ്ട് പശുപന്മാർ കുലത്തിൽ ഉളവായെന്ന് കേട്ടത്. പശുപാലകരുടെ കുലത്തിൽ, അതായത് ഗോക്കളെ മേയ്ക്കുന്നവരുടെ കുലത്തിൽ, ഗോകുലത്തിലാണല്ലോ ശ്രീകൃഷ്ണൻ പിന്നീട് വരുന്നത്. അപ്പോൾ അവിടെ ബലരാമനും ശ്രീകൃഷ്ണനും കൂടെ ഈ ഗോകുലത്തിൽ പശുപന്മാർ കുലത്തിൽ ഉളവായെന്നു കേട്ടത് ഇവർ രണ്ടാളുമെന്നു കരുതിയിടുമ്പോൾ, ആ ബലരാമനും ശ്രീകൃഷ്ണനുമാണ് ഈ കൂട്ടത്തിൽ നിന്നിപ്പോൾ നൃത്തം ചെയ്യുന്ന ഈ രണ്ടുപേർ, അതായത് ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ മഹാപ്രഭുവും. ഇവർ രണ്ടുപേരുമാണെന്ന് കരുതുമ്പോൾ ഉള്ളിലിവൻ ഉണ്ടായിടുന്ന പരമാനന്ദം എന്തു ഹരി. ഇവരെ കാണുമ്പോൾ ആ ശ്രീകൃഷ്ണനെയും ബലരാമനെയും ഞാൻ നേരിട്ട് കാണുന്നു എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഉള്ളിൽ പരമാനന്ദം എന്തു ഹരി. എത്ര മനോഹരമായിട്ടാണ് ഈ ഗാനം നിതായി ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ മഹാപ്രഭുവിനെയും കുറിച്ച് ഭഗവാൻ ഇവിടെ പാടിയിരിക്കുന്നത് എന്ന് നമുക്ക്. മാത്രമല്ല അദ്ദേഹം അത് വ്യക്തമാക്കുന്നുണ്ട്. ഗുരുദേവൻ്റെ ഒപ്പം സകലരും ഉന്മത്തരായി നൃത്തം വെക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? ഗൗരാംഗനും നിത്യാനന്ദനും നമ്മുടെ മുമ്പിൽ നൃത്തം ചെയ്യുന്നു എന്ന് ആളുകൾ വിചാരിക്കുകയാണ്. ആളുകൾക്ക് ബോധ്യം വരികയാണ്, ഈ കൂട്ടത്തിൽ ഇവരോടൊപ്പം ഗൗരാംഗനും നിത്യാനന്ദനും, ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ മഹാപ്രഭുവും ഇവരോടൊപ്പം നൃത്തം ചെയ്യുന്നു എന്ന ആളുകൾ വിചാരിക്കുന്നു എന്നാണ് ഭജനാമൃതത്തിൽ മാസ്റ്റർ മഹാശയൻ പറയുന്നത്. എന്നിട്ട് വീണ്ടും ശ്രീരാമകൃഷ്ണദേവൻ പാടുന്നു, ഗൗരാംഗൻ്റെ പ്രേമ കല്ലോലത്തിൽ നാദിയ മുഴുവൻ ഇളകി മറിയുന്നു. നാദിയ ഡിസ്ട്രിക്റ്റിലാണ് ഇത് നടക്കുന്നത്, ഈ സംഭവം, ഈ പാനിഘാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ നാദിയ എന്ന് പറയുന്ന ആ ജില്ല മുഴുവനും ഇളകി മറിയുന്നു എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ ഗാനത്തിലൂടെ തന്നെ പറയുക. ഗൗരാംഗൻ്റെ പ്രേമ കല്ലോലത്തിൽ ഇപ്പോഴും നമ്മൾ അവിടെ സന്ദർശിച്ചാൽ നമുക്കും ഈ പ്രേമ കല്ലോലം അനുഭവപ്പെടും. അവിടെ മുഴുവനും എല്ലായിടത്തും ഈ സങ്കീർത്തനം കേട്ടുകൊണ്ടേയിരിക്കും. എപ്പോഴും 24 മണിക്കൂറും അങ്ങനെ സംഗീതം, ഈ നൃത്തവും പാട്ടുമായി ഭക്തന്മാർ ഇങ്ങനെ നടക്കുകയാണ് അവിടെ. മനോഹരമായ കാഴ്ചയാണ്, മനോഹരമായ അനുഭവമാണ്. ഇപ്പം ചെല്ലുമ്പോഴും നമുക്കത് അനുഭവിക്കാൻ പറ്റും. അവിടെ നമ്മൾ ഈ ലോകത്ത്, നമ്മൾ ഇന്ത്യയിലോ അല്ല ഭാരതത്തിലാണെന്നൊന്നും നമുക്ക് പിന്നെ ചിന്ത വരില്ല. നമ്മൾ വേറെ ശരിക്കും സ്വർലോകത്തിലെത്തിയ പോലെയാണ്. നമുക്ക് ചുറ്റും വൃന്ദാവനം പോലെ മനോഹരമായ ഭൂമി, ഗംഗാനദി ഒഴുകുന്നു. അവിടെയൊക്കെ വഴികളിലുമൊക്കെ പാട്ടും പാടി ഇങ്ങനെ വിദേശികളും ഉൾപ്പെടെയുള്ള എല്ലാവരും, നമ്മൾ ഈ ഹരേരാമ ഹരേകൃഷ്ണ ഗ്രൂപ്പിനെ കണ്ടിട്ടില്ല, അവർ ഇത് തന്നെയാണ് അവരുടെ ജീവിതം. ആ ഗ്രൂപ്പ് ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. സങ്കീർത്തന തരംഗം രാധാകൃഷ്ണ ക്ഷേത്രത്തിന് നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പാനിഘാട്ടിൽ ഇപ്പോൾ ഈ ശ്രീരാമകൃഷ്ണദേവൻ പങ്കെടുക്കുന്ന ആ സങ്കീർത്തന ഗ്രൂപ്പ്
രാധാകൃഷ്ണ ക്ഷേത്രത്തിന് നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രദക്ഷിണം വെക്കുന്നു, നൃത്തം ചെയ്യുന്നു, രാധാകൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിൽ പ്രണാമം ചെയ്യുന്നു. എന്നിട്ട് ഗംഗാതീരത്തിൽ ജന്മിമാർ പണിയിച്ചിട്ടുള്ള രാധാകൃഷ്ണ ക്ഷേത്രത്തിന് നേരെ ജനസഞ്ചയം തിക്കിത്തിരക്കി മുന്നേറുന്നു. അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ മാസ്റ്റർ മഹാശയൻ വിവരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ ആ ഭാഗങ്ങൾ മുഴുവനും ഇങ്ങനെ വിവരിച്ച് വന്ന് എന്നിട്ട് ഇവിടെ മാസ്റ്റർ മഹാശയൻ അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് അത് തുടർന്ന് വന്നിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം കൂടെ വളരെ പ്രസക്തമാണ്. ഈ മഹാപുരുഷനിൽ തീർച്ചയായും ഇവിടെ മാസ്റ്റർ മഹാശയൻ ഈ കാഴ്ച കണ്ടിട്ട് മാസ്റ്റർ മഹാശയൻ എഴുതിയതാണ്. ഈ മഹാപുരുഷനിൽ, അതായത് ശ്രീരാമകൃഷ്ണദേവനിൽ, ഈ മഹാപുരുഷനിൽ തീർച്ചയായും ശ്രീ ഗൗരാംഗൻ്റെ ആവിർഭാവമുണ്ട് എന്ന് പാനിഹാട്ടി മഹോത്സവത്തിന് വന്നു ചേർന്നിരുന്ന അനേകായിരം ആളുകൾ കരുതി. ഇദ്ദേഹം സാക്ഷാൽ ഗൗരാംഗൻ തന്നെയാണെന്ന് ചിലർ വിചാരിച്ചു. അപ്പോൾ ചൈതന്യ മഹാവിഷ്ണുവിൻ്റെ 15-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് പിന്നെ 18-ാം നൂറ്റാണ്ടിലെത്തിയപ്പോഴുള്ള അവതാരമാണ് എന്ന് തന്നെയാണ് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാണ് ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നത്. എന്നിട്ട് ചെറിയ മുറ്റത്ത് അനേകം ആളുകൾ തിക്കിക്കൂടി ഭക്തന്മാർ വളരെ സൂക്ഷിച്ച് ശ്രീരാമകൃഷ്ണദേവനെ ആ രാധാകൃഷ്ണ ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. മനോഹരമായൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അത്യുഗ്രമാണ്. ഈ 12-ാം ഭാഗത്തിൻ്റെ തുടക്കം മനോഹരമാണത്, ആ കാഴ്ച. ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഭജനാമൃതത്തിൽ ഗൗരാംഗൻ്റെ ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭാഗം ഇത്രയും മനോഹരമായിട്ട് വരുന്ന ആദ്യത്തെ ഭാഗവും ഇത് തന്നെയാണ്. ഇനി പിന്നെ ഇതിൻ്റെ ഇങ്ങനെ എല്ലാ വർഷവും പോകുന്ന ഭഗവാൻ പിന്നീട് 85-ലാണ് അവസാനമായിട്ട് തൊണ്ടയ്ക്ക് വേദനയുള്ള സമയത്ത് ഒരിക്കൽ കൂടെ പോയി പിന്നെ പോകണ്ടെന്ന് തീരുമാനിക്കുകയാണ്. പിന്നെ പോയിട്ടില്ല. അപ്പോൾ ആ ഭാഗം ലീലാമൃതത്തിൽ ശാരദാനന്ദ സ്വാമികൾ വളരെ ഭംഗിയായിട്ട് ആ കാഴ്ച അവസാന തവണ പോകുന്നതിനെക്കുറിച്ചുള്ള എഴുതിയിരിക്കുന്നത് ശാരദാനന്ദ സ്വാമികൾ ഭംഗിയായിട്ട് ലീലാമൃതത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്കിനി അടുത്ത സന്ദർഭം വരുമ്പോൾ നമുക്കത് നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. മനോഹരമായ ഒരു രംഗം. ഭഗവാന്റെ അവതാരത്തെ ഏറ്റവും കൂടുതൽ പകിട്ട് നൽകുന്ന ഒരു അധ്യായം കൂടിയാണിത്. ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാരത്തിന് ഏറ്റവും വലിയ പകിട്ട് നൽകുന്ന, നമ്മളെയൊക്കെ വളരെ ആനന്ദിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ഈ ഗൗരാംഗനുമായിട്ടുള്ള ആ കമ്പാരിസണിൽ വരുന്ന ഭാഗം. അത് മാസ്റ്റർ മഹാശയൻ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഭാഗം. അല്ല, ഗൗരാംഗൻ്റെ ബാക്കി കഥ നമ്മൾ ഗൗരാംഗനെക്കുറിച്ചുള്ള പുസ്തകം കൂടെ റെഫർ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ നല്ലതാണത്. നിമായി എന്നൊക്കെ പറഞ്ഞ പുസ്തകം ഗൗരാംഗനെക്കുറിച്ച് ചൈതന്യ മഹാപ്രഭുവിൻ്റെ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല പുസ്തകങ്ങളാണ്. അത് ഭഗവാന്റെ ശരിക്കും അത് പഠിച്ചിട്ട് അത് മുഴുവൻ നല്ലോണം വായിച്ചിട്ട് നമ്മൾ ഈ ഭാഗങ്ങൾ നോക്കുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നും. ആ കണ്ടിന്യൂറ്റി ബോധ്യപ്പെടും. ആ അവതാരത്തിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ഭംഗിയായിട്ട് ബോധ്യപ്പെടും. അതെ 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 നമ്മൾ കൽക്കട്ടയിൽ നിന്ന് ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ബസ് നമ്മൾ റോഡ് മാർഗം പോയാൽ മതി. നവദ്വീപ് തന്നെയാണ് ഇപ്പോഴും, അതേ പേര് തന്നെ. അവിടെയാണ് ഇസ്കോണിൻ്റെ ആസ്ഥാനം നവദ്വീപിലാണ്. അവരുടെ മറ്റേ ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഗംഭീരമായ ക്ഷേത്രം, പൂന്തോട്ടങ്ങൾ അവിടെ, അത് ഗംഭീരമാണ്. അവിടെ അങ്ങ് ഏക്കർ കണക്കിന് സ്ഥലത്ത് വൃന്ദാവനം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് അവർ. മുഴുവൻ വിദേശികളാണ് കൂടുതലും. എപ്പോഴും 24 മണിക്കൂറും അവിടെ ഈ സംഗീതയാത്ര വഴികളിലൂടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 10 പേര് കൂടിയാൽ സംഗീതം, അവിടെ 10 പേര് വട്ടം കൂടിയിരിക്കുന്നിടത്തൊക്കെ ഇത് തന്നെയാണ്, ഭജന തന്നെയാണ്. ഗംഭീരമായൊരു അനുഭവമാണ് അവിടുത്തെ, അവസാനിക്കാത്ത ഭജന. നിമായി എന്ന് പറഞ്ഞൊരു നിമായി പുസ്തകമുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇവിടെ ഗുരുവായൂർ ദേവസ്വം ഇറക്കിയതാണ്, കുറച്ചുകൂടെ ഈസി വായിക്കാൻ. നിമായി ഗുരുവായൂർ ദേവസ്വം ഇറക്കിയിട്ടുണ്ട്. എന്തോ ഏതാ? ബാലകൃഷ്ണദാസ്. ബാലകൃഷ്ണദാസ് അദ്ദേഹം എഴുതിയതാണത്. ഗുരുവായൂർ ദേവസ്വം അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ പുസ്തകം.
അതെ അതെ. നാമം ജപിക്കാം, നാമം ജപിക്കാം. ഓക്കെ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശാരദാദേവി. എല്ലാവർക്കും